എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടീച്ചിങ് എക്സാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ HSST മലയാളവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 8-ാം തീയതി നമ്മുടെ പരീക്ഷ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഊർജിതമായ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പഠനം കൂടുതൽ ക്രിയാത്മകമായി കൊണ്ടുപോകേണ്ട ഒരു സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചില ചോദ്യങ്ങൾ പരിശോധിക്കാം. അതിനു മുൻപൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, എൻട്രിയുടെ പുതിയ കോഴ്സ് HSST മലയാളവുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ആ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും അനുബന്ധ വിവരങ്ങളിലേക്കും കടക്കാൻ പോയാലോ? ഇത് ആദ്യത്തെ ചോദ്യം വരുന്നു, അല്ലെ? ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം നോക്കൂ. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ? ഇത് ഏത് ഭാഗത്ത് നിന്നുള്ളതാണ്? ഏത് ഭാഗത്ത് നിന്നുള്ളതാണ് ഈ ചോദ്യം? ഇത് വ്യാകരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്, അല്ലെ? എന്താണ് ചോദ്യം നോക്കൂ. ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ്, മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന വ്യാകരണ ഗ്രന്ഥം. ഇപ്പൊ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു മലയാള വ്യാകരണ രചനയുടെ ചരിത്രം എന്ന് നമുക്ക് വിശദമായി നോക്കാം. എന്തായിരുന്നു മലയാള വ്യാകരണ രചനയുടെ ചരിത്രം? വിദേശ മിഷണറിമാരുടെ കടന്നുവരവോടുകൂടി, അല്ലെ? വിദേശ മിഷണറിമാരുടെ കടന്നുവരവോടുകൂടിയാണ് ഭാഷയിൽ വ്യാകരണ കൃതികൾ ഉണ്ടായി തുടങ്ങുന്നത്. അതിന് കാരണം എന്താണ്? സ്വാഭാവികമായും ആ ലത്തീൻ ഭാഷയിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ ഭാഷകളിലും പ്രാവീണ്യമുള്ള വിദേശ മിഷണറിമാർ കേരളത്തിലേക്ക് വരുന്നു. അവർക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് ഇടപഴകേണ്ട അവസ്ഥയുണ്ടാകുന്നു, ഇല്ലേ? സ്വാഭാവികമായും മതപരിവർത്തനമാണ് അല്ലെങ്കിൽ അവരുടെ ആശയ പ്രചരണമാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ തദ്ദേശീയരായ മനുഷ്യരെ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഭാഷ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മലയാള ഭാഷ മനസ്സിലാക്കിയിരിക്കണം. മലയാള ഭാഷ മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വ്യാകരണവും പഠിച്ചിരിക്കണം. അതിനു വേണ്ടിയാണ് വിദേശ മിഷണറിമാർ ഭാഷയിൽ വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിക്കാൻ ആരംഭിച്ചത്. അത്തരത്തിൽ രചിക്കപ്പെട്ട ആദ്യകാല വ്യാകരണ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാകരണ ഗ്രന്ഥത്തിന്റെ പേരാണ് നമ്മൾ കാണുന്നത്. എന്താണ്? ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ്. ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന വ്യാകരണ ഗ്രന്ഥം നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു. എന്താ? ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചതാര്? നമ്മുടെ പരീക്ഷയുടെ ഒരു ചോദ്യ സാധ്യതയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഒരു വ്യാകരണ ഗ്രന്ഥത്തിന്റെ പേര് നൽകിയതിന് ശേഷം അത് രചിച്ചതാര് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ മുന്നിൽ 4 ഓപ്ഷൻസ് വരുന്നു. ഏതൊക്കെയാ? റോബർട്ട് ഡ്രമണ്ട്, എഫ് സ്പ്രിംഗ്, പിന്നെയോ ജോസഫ് പീറ്റ്, അത് കഴിഞ്ഞ് ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇങ്ങനെ 4 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിരിക്കുന്നു. റോബർട്ട് ഡ്രമണ്ട്, എഫ് സ്പ്രിംഗ്, ജോസഫ് പീറ്റ്, ആഞ്ചലോസ് ഫ്രാൻസിസ് തുടങ്ങിയ 4 ഓപ്ഷനുകൾ നമ്മൾക്ക് തന്നിരിക്കുന്നു. ഇതിൽ നമ്മളോട് ചോദിക്കുന്നു, ആരാണ് ഈ വ്യാകരണ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്? ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ആരാണ്? അതാ നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നു. റോബർട്ട് ഡ്രമണ്ട് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ്, അല്ലെ? റോബർട്ട് ഡ്രമണ്ട് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? റോബർട്ട് ഡ്രമണ്ട് ആണ്. അങ്ങനെ ഈ ഒരു ചോദ്യവും ഈ ഒരു ഉത്തരവും ഡിസ്കസ് ചെയ്ത് ഇത് ഒഴിവാക്കി പോവാൻ നമ്മൾ തയ്യാറല്ല, അല്ലെ? ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാൻ നോക്കൂ. റോബർട്ട് ഡ്രമണ്ടിന്റെ വ്യാകരണ ഗ്രന്ഥത്തെ കുറിച്ച് കുറച്ച് നോക്കൂ. ഇംഗ്ലീഷിൽ എഴുതിയ, അതിനൊരു പ്രാധാന്യമുണ്ട്. എന്താണ്? ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിന്റെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് റോബർട്ട് ഡ്രമണ്ടിന്റെ ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ് നമ്മൾ കണ്ടത്. എന്താണ്? ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിന്റെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിന്റെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന റോബർട്ട് ഡ്രമണ്ടിന്റെ വ്യാകരണ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിനു മുൻപും വ്യാകരണ കൃതികൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവയുടെ സവിശേഷത?
അവയിൽ പലതും ലത്തീൻ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ എന്താണ്? ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിന്റെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. നമ്മുടെ HSSTയുടെ സിലബസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട് വ്യാകരണ ഗ്രന്ഥങ്ങളുടെ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുതിയ സിലബസ് വന്നല്ലോ അല്ലെ, പുതിയ സിലബസിൽ കൃത്യമായി പറയുന്നുണ്ട് വ്യാകരണ ഗ്രന്ഥ രചനയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മലയാളത്തിലെ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വ്യാകരണ കൃതികളെ അടുത്തറിഞ്ഞിരിക്കണം എന്ന് നമ്മുടെ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ശരി, നോക്കൂ, ഏത് കാലത്താണ് ഇത് പ്രകാശനം ചെയ്യപ്പെട്ടത്? 1799. കണ്ടോ, 1799 റോബർട്ട് ഡ്രമണ്ടിന്റെ വ്യാകരണ കൃതി പ്രകാശനം ചെയ്യപ്പെട്ടത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. പിന്നെ നോക്കൂ, മറ്റു ചില വ്യാകരണ ഗ്രന്ഥങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം. എന്തായാലും റോബർട്ട് ഡ്രമണ്ടിന്റെ വളരെ പ്രധാനപ്പെട്ട വ്യാകരണ ഗ്രന്ഥം നമ്മൾ കണ്ടു. ഇനി ഭാഷയെക്കുറിച്ചുണ്ടായ മറ്റു ചില വ്യാകരണ ഗ്രന്ഥങ്ങളെ കുറിച്ച് കൂടി പരിചയപ്പെടാം. അതിലൊന്ന് വ്യവഹാര ഭാഷയുടെ വ്യാകരണം എന്നറിയപ്പെടുന്ന ഏതാണ്? ബിഷപ്പ് ആഞ്ചലോസ് ഫ്രാൻസിസിന്റെ നോക്കൂ, പേര് നോക്കൂ, എന്ത് കൗതുകമുള്ള പേരാണെന്ന് നോക്കൂ. ഗ്രാമാറ്റിക്ക ലിംഗ്വേ വൾഗൂറിസ് അബ് എപ്പിസ്കോപ്പോ മലേലോ പോണിലാനോ ആഞ്ചലോ ഫ്രാൻസിസ്കോ തെരേസ കാർമൽഡിസ്ക് എന്ന ഗ്രന്ഥം. എന്ത് കൗതുകമുള്ള പേരാണെന്ന് നോക്കൂ. ഇന്നുവരെ അറിയപ്പെട്ടിട്ടുള്ള മിഷണറി വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത്, ഇപ്പൊ മലയാളത്തെ സംബന്ധിച്ചുണ്ടായ മിഷണറി വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് എന്ന് കരുതപ്പെടുന്ന വ്യാകരണ ഗ്രന്ഥമാണ് നമ്മളിപ്പം ഈ കടുകട്ടി പേര് പറഞ്ഞ ഈ വ്യാകരണ ഗ്രന്ഥം. എന്താണ് നമ്മൾ ആ വ്യാകരണ ഗ്രന്ഥത്തെ വിളിക്കാറുള്ള പേര്? അത് വ്യവഹാര ഭാഷയുടെ വ്യാകരണം എന്നാണ്. അത് രചിച്ചത് ബിഷപ്പ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. 1717 ഇത് രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. എന്താണ് അടുത്ത ഭാഗം? നോക്കൂ, അടുത്ത മറ്റൊരു വ്യാകരണ ഗ്രന്ഥത്തെ നമ്മൾ പരിചയപ്പെടുന്നു. ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യാകരണ ഗ്രന്ഥത്തെ നമ്മൾ പരിചയപ്പെടുന്നു. ആരാണ് അത് രചിച്ചത്? നമ്മൾ ഇദ്ദേഹത്തെ സംക്ഷേപ വേദാർത്ഥം എന്ന കൃതിയുമായി മിഷണറി ഗദ്യം പഠിക്കുന്ന സമയത്ത് സംക്ഷേപ വേദാർത്ഥം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ആളാണ് ക്ലമന്റ് പാതിരി അല്ലെ. ക്ലമന്റ് പാതിരിയുടെ വ്യാകരണ ഗ്രന്ഥം 1772 അദ്ദേഹം രചിച്ച മറ്റൊരു വ്യാകരണ ഗ്രന്ഥത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. എന്താണ് അതിന്റെ പേര്? ആൽഫബത്തും ഗ്രന്ഥാണിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനിക്കം എന്ന വ്യാകരണ ഗ്രന്ഥം. പേര് കേൾക്കുമ്പം തന്നെ വളരെ കൗതുകമുള്ള പേരുകളാണ്. നമുക്ക് മറന്നു പോകാനും മാറിപ്പോകാനും ഒക്കെ സാധ്യതയുള്ള പേരുകളാണ്. അപ്പൊ കൃത്യമായി പഠിച്ചു പോവുക. എങ്ങനെ? ആൽഫബത്തും ഗ്രന്ഥാണിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനിക്കം എന്ന വ്യാകരണ ഗ്രന്ഥം ക്ലമന്റ് പാതിരിയാണ് ഇത് രചിച്ചത്. നോക്കൂ, 1772 റോമിലെ ബഹുഭാഷാ മുദ്രണാലയത്തിൽ അച്ചടിച്ച ആൽഫബത്തും ഗ്രന്ഥാനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനിക്കം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വരാപ്പുഴ കർമ്മലീത്ത ആശ്രമത്തിലെ അംഗമായിരുന്ന ക്ലമന്റ് പാതിരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില വ്യാകരണ ഗ്രന്ഥങ്ങളെ കൂടി നമ്മൾ ആ ചോദ്യത്തിന് അനുബന്ധമായി പഠിച്ചു പോവുകയാണ്. അടുത്ത മറ്റൊരു വ്യാകരണ ഗ്രന്ഥം നോക്കൂ, അത് ഗ്രന്ഥഭാഷയുടെ വ്യാകരണം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാകരണ ഗ്രന്ഥമാണ്. ഗ്രന്ഥഭാഷയുടെ വ്യാകരണം രചിച്ചതാരാണ്? 1781 അർണോസ് പാതിരിയാണ്. 1781 അർണോസ് പാതിരിയാണ് ഏത് രചിച്ചത്? ഗ്രന്ഥഭാഷയുടെ വ്യാകരണം രചിച്ചത്. അപ്പൊ ഗ്രന്ഥഭാഷയുടെ വ്യാകരണം രചിച്ചത് അർണോസ് പാതിരിയാണ്. 1781 ഇത് രചിച്ചിട്ടുള്ളത് എന്നും ഓർക്കുക. ഓക്കെ അല്ലേ? അടുത്ത കൃതിയിലേക്ക് പോവാം. ഏതാണ് കൃതി? എഫ് സ്പ്രിങ്ങിന്റെ വ്യാകരണ ഗ്രന്ഥം. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വൈയാകരണനായിരുന്നു എഫ് സ്പ്രിങ് അല്ലെ. എഫ് സ്പ്രിങ്ങിന്റെ വ്യാകരണ ഗ്രന്ഥം ഏതാണെന്ന് നോക്കൂ. 1839 അല്ലെ,
1700-കൾ വിട്ടു 800-കളിലെ മറ്റൊരു വ്യാകരണ ഗ്രന്ഥത്തെ നമ്മൾ പരിചയപ്പെടുന്നു. 1839 എഫ് സ്പ്രിംഗ് രചിച്ച വ്യാകരണ ഗ്രന്ഥമാണ് ഔട്ട്ലൈൻസ് ഓഫ് എ ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് ആസ് സ്പോക്കൺ ഇൻ ദി പ്രൊവിൻസ് ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് മലബാർ ആൻഡ് കിങ്ഡം ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. വളരെ ചെറിയ പേരാണില്ലേ, നമുക്കതിനെ വളരെ ചെറിയ പേര് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കൂ. എങ്ങനെ? ഔട്ട്ലൈൻസ് എന്ന പദം അല്ലേ, ഔട്ട്ലൈൻസ് ആരുമായി ഓർമ്മിക്കും? എഫ് സ്പ്രിങ്ങുമായി ഓർമ്മിച്ചാൽ മതി. ഔട്ട്ലൈൻസ് എന്ന പദത്തിൽ ആരംഭിക്കുന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് എഫ് സ്പ്രിങ് ആണ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള പണിയൊന്നും അല്ല അല്ലെ. ഇത്തിരി ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ചെറിയ ചെറിയ സൂത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നമ്മൾ എളുപ്പമാക്കണം. അപ്പൊ ഔട്ട്ലൈൻ വെച്ച് വരുന്ന, ഔട്ട്ലൈനിൽ തുടങ്ങുന്ന ഒരു വ്യാകരണ ഗ്രന്ഥത്തിന്റെ പേരാണ് തരുന്നത് എങ്കിൽ അത് എഫ് സ്പ്രിംഗ് രചിച്ച വ്യാകരണ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്ത വ്യാകരണ ഗ്രന്ഥത്തിലേക്ക് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. വ്യാകരണ ഗ്രന്ഥത്തിലേക്കല്ല, അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് ഏത് തരത്തിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം. മുൻവർഷ ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കാണുന്നത് സാധാരണ PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഓൺവേർഡ് ചോദ്യങ്ങളാണ്. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെ തന്നെ അപ്രതീക്ഷിക്കേണ്ട. പല മട്ടിൽ ചോദ്യം മാറിയും തിരിഞ്ഞും ഒക്കെ വരാം. ഇനി കാലക്രമം അനുസരിച്ച് തിരിച്ചറിയുക അല്ലെ, അല്ലെങ്കിൽ ഗണം തിരിക്കുക എന്ന മട്ടിൽ ചോദ്യം ചോദിച്ചേക്കാം. ചേരുംപടി ചേർക്കുക എന്നുള്ള മട്ടിൽ ചോദിച്ചേക്കാം. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. പിന്നെ വേറെ ഏതൊക്കെ തരത്തിൽ ചോദിക്കാം? കാര്യം കാരണം, ഇപ്പൊ നെറ്റ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് പോലെ കാര്യം കാരണം എന്ന നിലയ്ക്ക് ചോദിച്ചേക്കാം അല്ലെ. പ്രസ്താവന രീതിയിൽ നമ്മളോട് ചോദ്യം ചോദിച്ചേക്കാം. അങ്ങനെ പല മട്ടിൽ നമ്മളോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ചോദ്യം പല മട്ടിൽ നമ്മളോട് ചോദിക്കാം. ഒറ്റ സംഭവങ്ങളെ എടുത്തുകൊണ്ട് നമ്മളോട് ചോദിക്കാം. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ സംഗതികളാണ് ഇവിടെ കാണുന്നത് അല്ലെ. നമ്മുടെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അല്ലെ, മനുഷ്യന്റെ ജീവനും സ്വത്തിനുമുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള ജീവിതത്തിനു വേണ്ടിയുള്ള പല മട്ടിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നോക്കൂ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ചാന്നാർ ലഹള, ഗുരുവായൂർ സത്യാഗ്രഹം, ഇവ നടന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചാലുള്ളൊരു ഗുണം എന്താണ്? ഇതിന്റെ എല്ലാം കൃത്യമായ വർഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരു ഒൺവേർഡ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്, മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏത്. അപ്പൊ ഇത് പഠിച്ചു പോയാൽ നമുക്ക് അതും എഴുതാം അല്ലെ. പിന്നെ നമ്മളോട് ചിലപ്പോൾ ചോദിച്ചേക്കും, മലയാളി മെമ്മോറിയൽ എന്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭമായിരുന്നു, അല്ലെങ്കിൽ പ്രതിരോധമായിരുന്നു അല്ലെ. മലയാളി മെമ്മോറിയൽ നമുക്കറിയാം അല്ലെ, ജോലിയിൽ കൃത്യമായി ജോലി എന്നുള്ള അവകാശം നേടിയെടുക്കുന്നതിനു വേണ്ടി അല്ലെ, സർക്കാർ ജോലിയിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു നമ്മുടെ മലയാളി മെമ്മോറിയൽ. അത് നമ്മൾ വഴിയെ പരിചയപ്പെടും. അപ്പോൾ പല മട്ടിൽ ഈ ഭാഗം നമ്മൾ കൃത്യമായി പഠിച്ചാൽ പല മട്ടിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മളിപ്പോൾ അറിയേണ്ടത് കാലക്രമം അനുസരിച്ച് ഇവയെ മനസ്സിലാക്കുകയാണ്. കാലക്രമം അനുസരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇവയെല്ലാം ഏതേത് കാലത്താണ്, ഏത് വർഷത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് നോക്കാം ഏതാണ് ശരിയായ ഉത്തരം നോക്കാം. ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ചാന്നാർ ലഹള, ഗുരുവായൂർ സത്യാഗ്രഹം. ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ. ശരിയായ ഓപ്ഷൻ ഏതായിരിക്കും? ഞാൻ തന്നെ പറയാലേ, ചാന്നാർ ലഹളയാണ് ആദ്യം നടന്നിട്ടുള്ളത്. ചാന്നാർ ലഹളയ്ക്ക് ശേഷം മലയാളി മെമ്മോറിയൽ, മലയാളി മെമ്മോറിയലിന് ശേഷം ഈഴവ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലിന് ശേഷം ഗുരുവായൂർ സത്യാഗ്രഹം. ഈ നിലയ്ക്കാണ്, ഈ ക്രമത്തിലാണ് ഈ ചരിത്ര സംഭവങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഈ ക്രമത്തിലാണ്. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം അല്ലെ. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. എന്താണ്?
ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 രണ്ടാം ചാന്നാർ ലഹള നടന്നത് 1859 അപ്പോ എന്താണ് അവസ്ഥ? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമായിരുന്നു ചാന്നാർ ലഹള. 1822 ഒന്നാം ചാന്നാർ ലഹളയും 1859 രണ്ടാം ചാന്നാർ ലഹളയും നടന്നിട്ടുണ്ട്. അപ്പൊ ചാന്നാർ ലഹള എന്താണെന്ന് അറിയാം, അതിന്റെ വർഷം ഏതാണ് എന്ന് നമുക്കറിയാം. അടുത്ത പോയിന്റ് നോക്കൂ. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് നമ്മുടെ മലയാളി മെമ്മോറിയൽ. കേട്ടോ, എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് മനസ്സിലായി. ഇനി നോക്കൂ, തിരുവിതാംകൂറുകാർക്ക് മറ്റൊരു ചോദ്യ സാധ്യതയിലേക്ക് നമ്മൾ പോകുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള എന്നിവരുമാണ് ഇതിന് മുൻകൈയെടുത്തത്. മറ്റു ചോദ്യ സാധ്യത, എത്ര ചോദ്യ സാധ്യത കാണുന്നുണ്ട് നോക്കൂ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് പ്രതിരോധവുമായി, അല്ലെങ്കിൽ ഏത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് പറയാൻ കഴിയും ഏതാണ് അത്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. പിന്നെ നോക്കൂ, ആരാണ് ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ്? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ അപ്പോഴും നമുക്ക് പറയാൻ കഴിയും ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്, അല്ലെ? ബാരിസ്റ്റർ GP പിള്ളയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഒന്ന് GP പിള്ള, മറ്റൊന്ന് KP ശങ്കരമേനോൻ, മറ്റൊന്ന് CV രാമൻ പിള്ള. അപ്പോ താഴെ പറയുന്നവയിൽ ഏത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് CV രാമൻ പിള്ള പ്രവർത്തിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം വന്നാൽ അവിടെയും നമുക്കറിയാം അത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്കറിയാം, അല്ലെ? അത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. നോക്കൂ, 1891 ജനുവരിയിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ഹർജിയിൽ നാനാജാതി മതസ്ഥരായ 10,028 പേർ ഒപ്പിട്ടിരുന്നു. അപ്പൊ 1891 ജനുവരി മാസത്തിലാണ് ഈ പ്രതിരോധം അല്ലെങ്കിൽ ഈ നിവേദന സമർപ്പണം മലയാളി മെമ്മോറിയൽ സംഭവിച്ചത് എന്ന് നമ്മൾ ഓർക്കുന്നു. ആർക്കാണിത് സമർപ്പിച്ചത്? ഈ നിവേദനം ആർക്കാണ് സമർപ്പിച്ചത്? മറ്റാർക്കുമല്ല, ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന നിവേദനം 10,028 പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. അതും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോ ഒരു ചോദ്യത്തിൽ നിന്ന് നിരവധിയായ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്, അല്ലെ? ശരി, നമുക്ക് അടുത്ത സമരത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോവാം. ഏതാണത്? അത് ഈഴവ മെമ്മോറിയൽ ആണ്, അല്ലെ? മലയാളി മെമ്മോറിയലിനെ തുടർന്നുണ്ടായ മറ്റൊരു അവകാശ സമരമായിരുന്നു അല്ലെങ്കിൽ നിവേദന സമർപ്പണമായിരുന്നു ഈഴവ മെമ്മോറിയൽ. എന്താണ് ഈഴവ മെമ്മോറിയൽ? 1896 ഇത് നടന്നത് നമുക്കറിയാം. പിന്നെയോ, തിരുവിതാംകൂറിന്റെ മൊത്തം ജനസംഖ്യയുടെ 1/5 ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ നാമമാത്രമായ പ്രാതിനിധ്യം പോലും ഇല്ലായിരുന്നു. ബുദ്ധിമുട്ടുകൾ പലതും സഹിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ പല ഈഴവ സമുദായ അംഗങ്ങൾക്കും ഉദ്യോഗം അന്വേഷിച്ച് രാജ്യത്തിനു പുറത്തേക്ക് പോകേണ്ടി വന്നു. തുടർന്ന് തങ്ങൾക്ക് വിദ്യാഭ്യാസ ഉദ്യോഗ കാര്യങ്ങളിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. ഇതൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എങ്കിലും നമ്മളിതൊന്ന് റിവിഷൻ ആയെടുത്ത്
ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക അല്ലെ, ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുകയാണ്. അപ്പൊ നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പുവാണ്. 1896 സംഭവിച്ചത് അല്ലേ. 13,176 പേർ ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും പ്രാതിനിധ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു അല്ലെങ്കിൽ പ്രതിഷേധങ്ങളായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഏതാണ് മക്കളെ? ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലയളവിൽ നടന്നൊരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെ ലക്ഷ്യം വെച്ചത്. അതും എല്ലാവർക്കും അറിയുന്ന ഒരു സമരം തന്നെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം അല്ലെ, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ഇതൊക്കെയും നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇതൊക്കെയും കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്, കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ HSST പരീക്ഷയുമായും അതിന്റെ സിലബസുമായും ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംഗതികളാണ്. ഇതൊക്കെയും കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക, മറന്നു പോണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. എന്താണ് ചോദ്യം? പ്രതിഭയെ കാരയിത്രി, ഭാവയിത്രി എന്നിങ്ങനെ വിഭജിച്ച പണ്ഡിതൻ. നോക്കൂ, ചോദ്യം നോക്കൂ. പ്രതിഭയെ കാരയിത്രി, ഭാവയിത്രി എന്നിങ്ങനെ വിഭജിച്ച പണ്ഡിതൻ ആര് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ആനന്ദവർദ്ധനനാണോ, പിന്നെ മമ്മടനാണോ, രാജശേഖരനാണോ, ക്ഷേമേന്ദ്രനാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രതിഭയെ കാരയിത്രി, ഭാവയിത്രി എന്നിങ്ങനെ വിഭജിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെ. ആരാണത്? മറ്റാരുമല്ല, അത് രാജശേഖരനാണ്. പൊതുവിൽ നമ്മള് പാശ്ചാത്യം പൗരസ്ത്യമൊക്കെ പഠിക്കുമല്ലോ അല്ലെ. പാശ്ചാത്യ സിദ്ധാന്തങ്ങളും പൗരസ്ത്യ സിദ്ധാന്തങ്ങളും ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണിത്. കവി, കാവ്യം, കാവ്യഹേതുക്കൾ, പ്രതിഭ, സഹൃദയൻ, കാവ്യപ്രയോജനം തുടങ്ങി പിന്നെ അങ്ങോട്ട് രസം, ധ്വനി ഇതിലേക്കൊക്കെ നീളുന്ന വിധത്തിൽ നമ്മൾ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കാറുണ്ട്. അവയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം അല്ലെ. അവയുമായി ബന്ധപ്പെട്ട് എന്തായാലും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ചോദ്യ സാധ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, കാവ്യം യശസ്സോ അർത്ഥകൃതേ വ്യവഹാരവിധേ എന്ന സൂത്രം, എന്ന കാരിക എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അത് അങ്ങനെ പറഞ്ഞത് ആര് എന്നൊക്കെ നമ്മളോട് ചോദിച്ചേക്കാം. ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ആരാണത് പറഞ്ഞതെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ശരി, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. പ്രതിഭയെ കാരയിത്രി, ഭാവയിത്രി എന്നിങ്ങനെ പറഞ്ഞത് രാജശേഖരനാണ്. അപ്പൊ പ്രതിഭയെ കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാലോ. അതാ പറഞ്ഞിരിക്കുന്നു. ആരാണ്? കവിത്വബീജം പ്രതിഭാനം എന്ന് പ്രസ്താവിച്ച പൗരസ്ത്യ ആലങ്കാരികനാണ് വാമനൻ. അദ്ദേഹത്തിന്റെ കൃതി കാവ്യാലങ്കാര സൂത്രവൃത്തി എഴുതിയ വാമനനെ നമ്മൾ മറ്റൊരു സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി പഠിക്കും അല്ലെ. രീതി സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വാമനനെ പഠിക്കാറുണ്ട്. അപ്പൊ ശരി, വാമനനാണ് പറഞ്ഞത്. കവിത്വബീജം പ്രതിഭാനം എന്ന് പറഞ്ഞത് വാമനനാണ്. ഏത് കൃതിയിലാണ് പറഞ്ഞത്? അത് കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന കൃതിക്കകത്താണ് അദ്ദേഹം കവിത്വബീജം പ്രതിഭാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യ സാധ്യതയുമാണ്. മറ്റൊന്ന് നോക്കൂ. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണക്ഷമ പ്രജ്ഞ. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണക്ഷമമായ പ്രജ്ഞയാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? അത് അഭിനവഗുപ്തനാണ്. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണക്ഷമമായ പ്രജ്ഞയാണ് എന്ന് പറഞ്ഞത് അഭിനവ ഗുപ്തനാണ്. അപ്പോ വളരെ പ്രധാനപ്പെട്ട അല്ലെ, പ്രതിഭയുമായി ബന്ധപ്പെട്ട ഈ രാജശേഖരന്റെ പ്രതിഭയുടെ വിഭജനം, ഭാവയിത്രി എന്നും കാരയിത്രി എന്നുമുള്ള വിഭജനം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
പല പരീക്ഷകൾക്കും കേട്ടോ, മലയാളവുമായി ബന്ധപ്പെട്ട പല മത്സര പരീക്ഷകൾക്കും പലവട്ടം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നമുക്ക് അത് വളരെ സാധ്യതയുള്ളൊരു ചോദ്യം മാതൃകയായിട്ട് വേണം മനസ്സിലാക്കേണ്ടത്. ശരി, അപ്പോ ആരൊക്കെയാണ് വാമനന്റെയും അഭിനവഗുപ്തന്റെയും അഭിപ്രായത്തിൽ എന്താണ് പ്രതിഭ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഇല്ലേ? പിന്നെ നമ്മൾ എവിടേക്ക് പോകുന്നു? കേരള ചരിത്രത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കേരള സംസ്കാരത്തിലേക്ക് പോകുന്നു, അതിന്റെ നവോത്ഥാന ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നു അല്ലെ. എന്താണ് ചോദ്യം? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. വൈകുണ്ഠസ്വാമിയാണോ, ശ്രീനാരായണ ഗുരുവാണോ, സഹോദരൻ അയ്യപ്പനാണോ, തൈക്കാട് അയ്യയാണോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീനാരായണ ഗുരു എന്ന ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം എന്താ പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ് ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തത്. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞു. കേട്ടോ, 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി വെച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചു. അപ്പൊ അത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ആണെന്ന് നമുക്കറിയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആര് എന്നാണ് നമ്മളോട് ചോദ്യം. ആരാണത്? മറ്റാരുമല്ലത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് യുക്തിവാദിയായിട്ടുള്ള സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. ആ ചോദ്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് അതിന്റെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളിലേക്ക് പോവാം. നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നെഴുതിയത് ശ്രീനാരായണ ഗുരു. പിന്നെയോ ജാതി ഒന്ന്, മതം ഒന്ന്, ജാതി ഒന്ന്, മതം ഒന്ന്, പിന്നെ കുലം ഒന്ന്, ലോകമൊന്ന്, ദൈവം ഒന്ന് എന്ന് ആഹ്വാനം ചെയ്തത് വൈകുണ്ഠ സ്വാമിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുള്ള ഭാഗമാണ് അല്ലെ. അപ്പൊ കൃത്യമായി ഓർത്തു വെക്കുക. ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് ആഹ്വാനം ചെയ്തത് വൈകുണ്ഠ സ്വാമിയാണ്. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ് എന്നും ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോ HSST മലയാളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യ സാധ്യതകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.